Hi dears, welcome back to Fashion Week Designs. Beautiful ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് കാണാൻ പോകുക. അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കളക്ഷൻസ് ആണ്. പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കളർ ചാർട്ടാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വിചിത്ര ഫാബ്രിക് ആണ്. ഇതുണ്ടോ ഈ ഇതുപോലത്തെ കളർ ഷെയ്ഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാ കളേഴ്സും പുതിയ കളർ ഷെയ്ഡ്സ് ആട്ടോ. ഇച്ചിരൂടെ ബ്ലൂമിംഗ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ്. ഇതൊരു ടെറാക്കോട്ട പോലെ നിൽക്കുന്ന, ഇതൊരു റസ്റ്റ് ബ്ലണ്ട് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. ഇത് നമ്മുടെ ബ്ലൂ ഷെയ്ഡ്. ഇത് കുറച്ചും കൂടെ ടീൽ ബ്ലണ്ട് ആയിട്ട് നിൽക്കുന്ന എന്നാൽ ബ്ലൂമിങ് കളർ ഷെയ്ഡാണ്. നല്ലൊരു നെവി ബ്ലൂ, പിന്നെ ഈ ഒരു കളർ ഷെയ്ഡ് ഒരു മജന്തയുടെ ഒക്കെ പോലെ നിൽക്കുന്ന ഷെയ്ഡ്, ഒരു ഡ്രാഗൺ ഷെയ്ഡ്, പിന്നെ ഗ്രീൻ ഷെയ്ഡ്. 6 കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ ടോട്ടലി വന്നിരിക്കുന്നത്. എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ കളർ ഷെയ്ഡ്സ് ആണ്. എപ്പോഴും നമ്മുടെ കയ്യിലില്ലാത്ത കുറച്ച് കളർ ഷെയ്ഡ്സ് ആണ് വന്നേക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ ഇട്ടേക്കുന്ന കളർ ഷെയ്ഡാണ് ഈ ഒരു റസ്റ്റും സിനമണിൻ്റെ ഒക്കെ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു കളർ ഷെയ്ഡാണ്. അതിൽ വന്നിട്ട് ടോപ്പിലും ദുപ്പട്ടയിലും, അതായത് റെയിൻബോ ഷുഗർ ബീഡ്സ് ഉണ്ട്, അത് വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ്. 6 ആഗ് സ്റ്റൈലിൽ ഫുൾ ടോപ്പിലും ദുപ്പട്ടയിലും ഇതുപോലെ കൊടുത്തിരുന്നു. ദുപ്പട്ടയിൽ വരുമ്പം സെൻറ്റർ പോർഷനിലും ടോപ്പിൽ യോക്കിലാണ്. ആൻഡ് ടോപ്പിനകത്ത് ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞ് ഗോൾഡൻ ബീഡ്സും കൂടെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയിൽ വരുമ്പം ആ റെയിൻബോ കട്ട് ബീഡ്സും കൂടെ ഉള്ളു. ഒത്തിരി ഓവറായിട്ട് നമുക്ക് തോന്നുന്നില്ലാത്ത എന്നാൽ നല്ലൊരു ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ്. വിത്ത് ഇതിൻ്റെ എൻഡ്സിൽ വരുമ്പോൾ ഇതുപോലെ ഹെവി ആയിട്ട് നല്ല ടാസിൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡ്. 2.6 മീറ്റർ ആണ് ടോപ്പിൻ്റെ ലെങ്ത്. ബോട്ടം സാൻഡ്രൂൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ നിൽക്കും. അതുണ്ട് ഇതിൽ ബേസ് കളറിൽ തന്നെ വരുന്ന, അതായത് ഓരോ കളേഴ്സിനും മാച്ചിങ് ആവുന്ന ഷെയ്ഡ്സിലുള്ള ബീഡ്സ് ആയിരിക്കും യൂസ് ചെയ്തേക്കുക. ചിലതിൽ വരുമ്പം റെയിൻബോ കട്ട് ബീഡ്സ് ആ കളറുമായിട്ട് കുറച്ചുകൂടെ മാച്ച് ആവുന്ന രീതിയിൽ. ഇതിൽ റെയിൻബോ കട്ട് ബീഡ്സ് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ബ്ലൂ ഷെയ്ഡിൽ തന്നെയുള്ള ആ ഒരു ഷുഗർ ബീഡ്സും ഇടയ്ക്ക് മാത്രം ആ ഒരു ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദുപ്പട്ടയിൽ വരുമ്പം സെയിം ടോണിൽ തന്നെ വരുന്ന നല്ലൊരു, ഒത്തിരി ഓവർ അല്ലാതെ എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ലൈറ്റ് ആയിട്ടുള്ള വർക്കാണ് യൂസ് ചെയ്തേക്കുക. വിത്ത് എൻഡ്സിൽ ഇതുപോലെ ഹെവി ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ഇതിൽ വന്നേക്കുന്ന ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് 2.4 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് കണ്ടില്ലേ, എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ്. ഇതെല്ലാം യൂഷ്വലി നമ്മൾ കാണുന്നതിനും കുറച്ച് ഡിഫറൻസ് ഉള്ള കളർ ടോൺസ് ആണ്. റേറ്റ് 1140 ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് അടുത്ത കളർ ഷെയ്ഡ്. ഒരു ബ്ലൂമിംഗ് ആയിട്ട് നിൽക്കുന്ന നെവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ്. ബാക്ക് സൈഡ് ജസ്റ്റ് സെയിം ഫാബ്രിക് പ്ലെയിൻ ആയിട്ട് വരുന്നു. ഫ്രണ്ടിലാണ് ഈ വർക്കൊക്കെ ചെയ്തേക്കുക. വിത്ത് എൻഡ്സിൽ ദുപ്പട്ടയുടെ എൻഡ്സിൽ ടാസൽസ് വരുന്നുണ്ട്. ഇതിൽ വേറെ അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ബേസ് കളറിനോട് തന്നെ സെയിം ഷെയ്ഡിൽ തന്നെയുള്ള ഷുഗർ ബീഡ്സും കൊണ്ടുള്ള ഹാൻഡ് വർക്കാണ് ടോപ്പിലും ദുപ്പട്ടയിലും. ഈ ഒരു കളർ ഷെയ്ഡൊക്കെ നോക്കിയത് ഒരു നല്ലൊരു മജന്തയുടെ ടോണാണ് വന്നേക്കുന്നത്. യൂഷ്വലി കണ്ടേക്കുന്ന ഒരു മജന്തയിൽ അതിനും ഡിഫറൻസ് ഉണ്ട്. ഇച്ചിരി ഒരു ഡ്രാഗൺ മജന്തയുടെ ഒക്കെ ഒരു കളർ ടോണാണിത്. പാറ്റേൺസ് സെയിം വിചിത്ര ഫാബ്രിക്കിലാണ് ടോപ്പ് ദുപ്പട്ട. ബ്ലൂമിംഗ് കളേഴ്സ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ്റെ ഷെയ്ഡാണ്. നല്ലൊരു ഗ്രീൻ ടോൺ. എല്ലാ കളേഴ്സും 6 കളേഴ്സും അതിൻ്റെതായ അട്രാക്ഷനുള്ള നല്ല കളർ ഷെയ്ഡ്സുകളാണ് വന്നിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് വിത്ത് ഹാൻഡ് വർക്ക്ഡ് പാറ്റേൺ ആണ് ടോപ്പിലും ദുപ്പട്ടയിലെ ഫുൾ ലെങ്ത്തിലല്ല, സെൻട്രൽ പോർഷനിലാണ് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുക. അതിന് വളരെ ഈസിയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ. ഹെവി ആയിട്ടുള്ളൊരു വർക്ക് സെൻട്രൽ മാത്രം. വിത്ത് എൻഡിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ടാസൽസ് ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്നു. ടോപ്പിൽ ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് യോക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ്. റേറ്റ് 1140 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.